വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ലോഡ് ഷെഡിംഗും ഏർപ്പെടുത്തില്ല. നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ നിരക്ക് വർദ്ധിപ്പിക്കുകയുള്ളൂ. 30% വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത്, ബാക്കി പുറത്ത് മുഴുവൻ വാങ്ങിക്കും. അത് പീക്ക് അവറിൽ മേടിക്കുമ്പോൾ 8 രൂപയോ 9 രൂപയൊക്കെയാണ് വരുന്നത്. പകല് നമുക്കാണെങ്കിൽ വളരെ കുറച്ച് കിട്ടിട്ട് നമുക്ക് എക്സസ് ആണ് പകലിപ്പോൾ സർപ്പതയുണ്ട് വരികയാണ്. അതാണ് അതിലുള്ളത്. അതാണ് പകല് നമ്മളിപ്പോൾ പകൽ ഉപയോഗിക്കുന്നത്. കുറച്ച് മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പകലാണ്. ഫാക്ടറികൾ, ഇവിടെ ഫാക്ടറികൾ അധികം അതിൻ്റെ പ്രശ്നമുണ്ട്. വൈദ്യുതി ഉത്പാദനം നമ്മൾ തന്നെ തദ്ദേശീയമായി വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും അതിൽ നിങ്ങൾ തന്നെയാണ് സമ്മതിക്കാത്തത്. ഒരു പ്രോജക്റ്റും വരാൻ അല്ലെങ്കിൽ പ്രോജക്റ്റ് വരാൻ നിങ്ങൾ സമ്മതിക്കില്ല. എല്ലാ നടപടികളും പൂർത്തിയാക്കി. അപ്പോൾ ഒരാൾ ബാഗ് കൊണ്ട് നിങ്ങളുടെ മൃഗങ്ങൾക്ക് കിഴക്കും പടിഞ്ഞാറും പോകാൻ തടസ്സം വരുന്നുണ്ട്. പ്രതിസന്ധിയുണ്ടെങ്കിലും പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വൈദ്യുതി വാങ്ങാനുള്ള കരാറുകൾ തുടരും. വൈദ്യുതി വാങ്ങുന്നതിന് നിലവിലെ സാഹചര്യത്തിൽ ഹ്രസ്വകാല കരാറുകൾ തന്നെ മതിയാവുമെന്നും മന്ത്രി പറഞ്ഞു. പഴയ കരാറ് ഒരു കരാറ് തരാതിരുന്നു. അതിനെതിരായിട്ട് കേസ് വരും. സുപ്രീം കോടതി കേസ് ആക്കിയിട്ട് ഇത് തന്നെ നമുക്ക് അത്ര വലിയ പ്രശ്നം വരില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലൊരു നിരക്ക് വർധന ആരും കഴിക്കില്ല. അതിനാണ് ശ്രമിക്കുന്നത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ പരിഹരിക്കാൻ സാധിക്കും. വൈദ്യുതി കമ്പനികൾക്ക് നൽകാനുള്ള തുക ഉടൻ നൽകാൻ സുപ്രീംകോടതി ഉത്തരവുണ്ട്. അത് നിരക്ക് വർദ്ധിപ്പിക്കാതെ കൊടുത്തു തീർക്കാൻ സാധിക്കും. റെഗുലേറ്ററി കമ്മീഷൻ അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി കാരണത്താൽ നിലവിൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.